നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിവാര അഭിമുഖ പരിപാടിയിൽ ഇന്ന് എനിക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജാണ്. സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമായി പാർട്ടിയിൽ നടക്കുന്നു. പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ ഈ 3 മണ്ഡലങ്ങളിലേക്കാണല്ലോ അങ്ങേ സജീവമായി പരിഗണിക്കുന്നത്. അതിൽ പാലയിൽ ഇൻചാർജ് ആണെന്ന് തോന്നുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി എവിടെ പറഞ്ഞാലും മത്സരിക്കും എന്നുള്ളൊരു നിലപാടാണോ ഉള്ളത്? അല്ല, അങ്ങനെ മത്സരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി അങ്ങനെയാണ്. പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കാൻ പാർട്ടിയുടെ ഭാരവാഹി എന്ന നിലയിൽ ബാധ്യസ്ഥനാണ്. പക്ഷേ പാർട്ടി പരിഗണിക്കുന്നത് സ്വാഭാവികമായും ഒരു വ്യക്തിയെ പരിഗണിക്കുന്ന ആ വ്യക്തിക്ക് ജയസാധ്യതയുള്ള സീറ്റുകളായിരിക്കും കൂടുതൽ പാർട്ടി പരിഗണിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഒരു വലിയ പ്രതീക്ഷയും വലിയൊരു ഷിഫ്റ്റും ഒക്കെ ആ മേഖലകളിൽ ഇത്തരത്തിൽ ഉണ്ടാകും BJPക്ക് എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ കാർഷിക മേഖല വലിയ തകർച്ചയിലൂടെയും അതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ ഇനി ഒരിക്കലും ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ കഴിയില്ല എന്നുള്ള ബോധ്യം അവിടെയുണ്ട്. വലിയ രീതിയിൽ ഒരു അജണ്ട BJPക്ക് എതിരെ സെറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് മധ്യകേരളത്തിലെ ഈ നിയോജകമണ്ഡലങ്ങൾ. പക്ഷേ അവിടെ നിന്നും ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. ധാരാളം ആളുകൾ BJPയിലേക്ക് കടന്നു വരുന്നു. ഇപ്പം നമുക്കറിയാം 2020 ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് മധ്യകേരളത്തിൽ BJPക്ക് ഒരു വലിയ ശക്തിയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾക്ക് വലിയ മുതൽക്കൂട്ടായി മാറും. നമ്മൾ ഇത്തരത്തിലുള്ള മുൻകൂട്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ചിന്താഗതികൾക്ക് മാറ്റമാണ്. സാബു ജേക്കബ് എന്ന് പറയുന്ന വളരെ പ്രാക്ടിക്കലായ, വളരെ ബുദ്ധിയുള്ള, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻസ് കൂടിയാണ്. അദ്ദേഹം ബിസിനസ്മാൻ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല പൊളിറ്റീഷ്യൻ കൂടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2020 ഒരു കടന്നുവരവ് അത് BJPക്ക് അത് വലിയ ഗുണകരമായി മാറാനുള്ള സാധ്യത 100%. 2020 കടന്നുവരവിൽ ആ പാർട്ടി അത്യാവശ്യം മധ്യകാലത്തിൽ നല്ല ശക്തി തെളിയിച്ച പാർട്ടിയുടെ 796 സീറ്റുകൾ, ഐക്യനാട്, മഴവന്നൂർ അടക്കമുള്ള ചിലയിടങ്ങളിൽ. അതെ 896 സീറ്റുകൾ വരെ മത്സരിച്ചു. 2 ബ്ലോക്ക് പഞ്ചായത്തിലുള്ള പ്രതിപക്ഷമാണ്. 96-ലധികം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. 4 പഞ്ചായത്ത് ഭരിക്കുന്നു. അതൊക്കെ അവരുടെ നിലവിലുള്ള ഗ്രൗണ്ട് സ്ട്രെങ്ത് ആണെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ കക്ഷി കടന്നു വന്നപ്പോൾ, BJP ഒരു കേഡർ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു ജനാധിപത്യ കക്ഷി കടന്നു വന്നപ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ഒരു വലിയ വിഭാഗം 2020 BJPയുടെ മുന്നണിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന വ്യക്തികളുടെ ഒരാളാണ് അദ്ദേഹം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് അദ്ദേഹം. ഇത് രണ്ടും മാത്രം നോക്കിയാൽ പോരെ. ഇത് രണ്ടും നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ഇവിടെ നിന്നും ആട്ടിപ്പായിച്ച് അദ്ദേഹം തെലങ്കാനയിൽ പോയി സ്ഥാപനം തുടങ്ങി. അവിടെ 50,000 തൊഴിൽ കൊടുത്ത അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരാൾ കേരളം വിടാനുള്ള സാഹചര്യം മാത്രം കേരളം ചർച്ച ചെയ്താൽ മതി. കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലയോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും പറയും വ്യവസായ സൗഹൃദമായി മാറും, കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കും, ഇവിടെ മുട്ടിന് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജോലിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ജോലി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കമ്പനികളെ ഇവിടെ നിന്നും എങ്ങോട്ടേക്കോ ആട്ടിപ്പായിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിൽ സാബു ജേക്കബിനെ പോലെ ഇത്തരത്തിൽ കാഴ്ചപ്പാടുള്ള, പ്രത്യേകിച്ചും തൊഴിൽ ദാതാവ് കൂടിയായ സാബുവിൻ്റെ കടന്നുവരവ് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റാണ്. NDAക്ക് അതൊരു അസറ്റാണ്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ, അദ്ദേഹം നിങ്ങൾക്കെല്ലാവരും ടെക്നോക്രാറ്റ് എന്ന നിലയിൽ, ബിസിനസ്മാൻ എന്ന നിലയിൽ വലിയ കഴിവ് തെളിയിച്ച ആളാണ്. മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് തെളിയിച്ച ആളാണ്. ഇവരുടെ കോമ്പിനേഷൻ വലിയ രീതിയിൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിൽ വലിയ ഗുണം ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ. BJPയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിട്ടുള്ള ചില ഗ്രൂപ്പ് തർക്കങ്ങളും ഗ്രൂപ്പ് പോരുകളുമൊക്കെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിലൂടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പരിധിവരെ. ആരാ പറയുന്ന ഗ്രൂപ്പ്? ഞാൻ ഇന്ന് വരെയും ഇതിനകത്തൊരു ഗ്രൂപ്പ് തർക്കം കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്, സംസ്ഥാന കോർ കമ്മിറ്റി അംഗമാണ്. ഈ ഗ്രൂപ്പിസമൊക്കെ ഉണ്ടാകണമെങ്കിൽ അവിടെയല്ലേ ഉണ്ടാകേണ്ടത്, സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന കോർ കമ്മിറ്റിയിലും. ഒരക്ഷരം ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു വിഭാഗീയത ഉള്ളതായിട്ട് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല. വ്യക്തികളുണ്ട്, വ്യക്തികളോട് സ്നേഹമുള്ള ആളുകളുണ്ടാവും, അവരോട് ചേർന്ന്, ഇപ്പോൾ എന്നോട് ചേർന്ന് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാന നേതാവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുണ്ടെങ്കിൽ അതെങ്ങനെ ഗ്രൂപ്പാകുക? കാരണം ഇതിനൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് നരേന്ദ്രമോദി ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാം, ഈ പാർട്ടിയിലുള്ള എല്ലാവരും ആ ഗ്രൂപ്പുകാരാണ്. അച്ഛൻ PC ജോർജ് BJPയുടെ ദേശീയ സമിതി അംഗം കൂടിയാണ്.
അച്ഛനും മകനും ഒരുമിച്ച് മത്സര രംഗത്തേക്ക് ഉണ്ടാകുമോ? മുമ്പ് PC ജോർജ് മത്സരിച്ച സമയത്ത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നതും പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകിയിരുന്നതും മകൻ ഷോൺ ജോർജാണ്. അപ്പോൾ അച്ഛനും മകനും ഒരുമിച്ചുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമോ ഇത്? മത്സര രംഗത്തുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ പാർട്ടി ഇപ്പോൾ എന്നോടാണ് മത്സരിക്കാൻ പറയുന്നത്, പപ്പാടാണ് മത്സരിക്കാൻ പറയുന്നത്, ഇതെല്ലാം അറിയാമല്ലോ. ഇതിൻ്റെ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കുന്നത്. ഡൽഹിയിൽ പാർട്ടിയുടെ പാർലമെൻറ്റ് ബോർഡാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ അവരുടെ കണ്ടെത്തൽ ഷോൺ ജോർജിനേക്കാൾ ചിലപ്പോൾ PC ജോർജ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് നല്ലതെന്ന് ചോദിച്ചാൽ, അപ്പം എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. PC ജോർജ് മത്സര രംഗത്ത് വന്നാൽ, അത് മാത്രമല്ല എത്രയൊക്കെയാണെങ്കിലും ഒരു പാർട്ടിയുടെ ദേശീയ സമിതി അംഗവും ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ആണെങ്കിൽ, പക്ഷേ ഞങ്ങൾ ഒരു വീട്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറയും. ഞാൻ അറിയില്ല പാർട്ടി അങ്ങനെ തീരുമാനിക്കുമോ. എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും അത് വേണ്ട, ഇത് പപ്പ മത്സരിക്കണമെന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കാറില്ല. ഞാൻ മത്സരിക്കണമെന്ന് പറയുന്നെങ്കിൽ പപ്പ മത്സരിക്കില്ല എന്നുള്ളതായിരിക്കാം ഞങ്ങളുടെ രണ്ടുപേരും വ്യക്തിപരമായ ഒരു തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ പ്രവർത്തനം വേണ്ട വിധത്തിൽ കാര്യക്ഷമമായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മറികടക്കാൻ കഴിയുമോ? ആരാ പറഞ്ഞ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ ഗുണകരമായിരുന്നില്ല? BJPയുടെ എല്ലാ ഔട്ട്റീച്ച്, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് മാത്രമല്ല, BJP എല്ലാ ക്രിസ്ത്യൻ മാത്രമല്ല മൈനോറിറ്റി എല്ലാ വിഭാഗങ്ങളിലേക്കും ഔട്ട്റീച്ച് ഉണ്ടായി. BJPക്ക് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരു കൗൺസിലറുണ്ട്. ഇന്ന് 42ഓളം പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചു വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ 4 പേര് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. 859 ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് BJPയുടെ ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചു. ചെറിയ കാര്യമാണത്. അത് കേരള കോൺഗ്രസിനേക്കാൾ കൂടുതലാണ്. അതാണ് പ്രസക്തം, മനസ്സിലായില്ലേ? കേരള കോൺഗ്രസ്സിന് 859 കാൻഡിഡേറ്റ്സ് ഇല്ല, ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ്. കേരള കോൺഗ്രസ് കോട്ടയത്ത് അപ്രസക്തമാകുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ അവർ UDFിലേക്ക് വരുമെന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ മുന്നണി ചെയർമാൻ തന്നെ അക്കാര്യം നിഷേധിച്ചുകൊണ്ട് LDFിൽ തുടരും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ജോസ് കെ മാണിയും നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് കോട്ടയത്ത് ഒരു സ്വാധീന ശക്തിയായി വീണ്ടും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരള കോൺഗ്രസ് ഒരു സ്വാധീന ശക്തിയായി ഇനി പൊതുസമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് അവർ NDAയുടെ ഭാഗമായ മാത്രം ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ ഒരു തമാശയായിട്ട് കരുതരുത്. ഇനി അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് ഇല്ലാതായിപ്പോൾ ഈ ഒരു MLA ഉണ്ടാവില്ല. നേരെ മറിച്ച് അവർ NDAയുടെ ഭാഗമായി വന്നാൽ അവർ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായി മാറും. നാളെ കേരളത്തിൻ്റെയും നിർണായകമായ പദവികളിലേക്ക് കേരള കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് കൂടിയായിരിക്കും NDAയുടെ ഭാഗമായി. ഒരു സംശയം വേണ്ട. UDFിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ മുസ്ലിം ലീഗ് വിഴുങ്ങിയ ഒരു മുന്നണി, അതാണ് മുസ്ലിമും ജമാഅത്തെ ഇസ്ലാമിയും വിഴുങ്ങിയ ഒരു മുന്നണി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസിനൊരു മന്ത്രിസ്ഥാനം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഒരു റോളും ഇല്ല മുന്നണിയിൽ, മനസ്സിലായില്ലേ? അപ്പോൾ കേരള കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ, ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനായി 25 ജനിച്ചപ്പോൾ മുതൽ 2 വർഷം മുമ്പ് വരെ കേരള കോൺഗ്രസ്സുകാരനായി ജീവിച്ച ആളാണ്. കാരണം എൻ്റെ അപ്പൻ്റെ വീടും അമ്മയുടെ വീടും എല്ലാം കേരള കോൺഗ്രസ്സാണ്. ഞാൻ പറയുന്നു, കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും പാർട്ടി എവിടേക്കോ പോയി. കർഷകരെ, ന്യൂനപക്ഷങ്ങളെ, ഇവരെ ഒന്നും സംരക്ഷിക്കാൻ ഒരു നിലപാടും സ്വീകരിക്കാൻ, ആ നിലപാടിന് വേണ്ടി മുന്നണികളിൽ സമ്മർദ്ദം ചെലുത്തിയത് സാധിച്ചെടുക്കുവാൻ ഒന്നും 2 മുന്നണിയിലും കേരള കോൺഗ്രസിന് കഴിയില്ല. റബ്ബറിൻ്റെ വില തകർച്ചയാകട്ടെ, ഞങ്ങളുടെ നാട്ടിലൊന്നും ചെറുപ്പക്കാരില്ല. ഇവരൊക്കെ പറന്നകലുന്ന യുവത്വമാണ്. എല്ലാം പോയി. നമ്മുടെ മക്കളെ തിരിച്ചു വരണ്ടേ? ഇങ്ങനെ പോയാൽ വൃദ്ധസദനമായി മാറും മധ്യ കേരളം. അത് പാടില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് നരേന്ദ്രമോദിയെ കൊണ്ടേ പറ്റും. ജോസ് ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അവിടെ മധ്യമേഖല ജാഥയൊക്കെ LDF നടത്താൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ളൊരു ജാഥയും വരും ദിവസങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്നുള്ള ഒരു നിലപാടാണോ അങ്ങേക്കുള്ളത്? ആ ജാഥയ്ക്ക് ജോസ് കെ മാണിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ പെട്ട പാട് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കവടിയാർ 25 സെൻറ്റ് സ്ഥലം എഴുതി കൊടുക്കേണ്ടി വന്നു. 3 MLAമാരെ പിടിച്ച് കൂടെ നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ജാഥയ്ക്ക് ഇപ്പോൾ ജോസ് കെ മാണി കിട്ടി. ഈ കോർപ്പറേഷൻ നായ്ക്കളെ പിടിക്കല്ലേ,
കുടുക്കിട്ട് അതുപോലെ പിടിച്ചാണ് ഇപ്പോൾ ജാഥ പങ്കെടുപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ അവസ്ഥ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. അവർ UDF ആയിട്ട് ചർച്ച നടത്തിയെന്നും അതിന് ആ ചർച്ച ഒരു ഘട്ടത്തിൽ വെച്ച് റോഷിയും പ്രമോദ് നാരായണനും ജയരാജനും കൂടെ ഉണ്ടാകില്ല എന്ന് ഉറപ്പായതുകൊണ്ടും പാർട്ടി പിളർന്നാൽ നല്ലൊരു ഭാഗം റോഷിയുടെ കൂടെ പോകുമെന്നും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം പുറകോട്ട് പോയ ഒരു UDF പ്രവേശനമാണത്. അപ്പോൾ അതോടുകൂടി UDFലും ക്രെഡിബിലിറ്റി ഇല്ലാതായി, LDFലും ക്രെഡിബിലിറ്റി ഇല്ലാതായി. അവർ ശക്തമായ തീരുമാനമെടുത്താൽ ജോസ് കെ മാണി ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഇപ്പം ഞാൻ വളരെ ഒരു ഉദാഹരണം പറയാം. ഞാൻ BJPയുടെ ഭാഗമാകുമ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ഷോൺ ഇതൊരു മോശമായ തീരുമാനമായി പോയി, ഭാവി കളഞ്ഞു, ഷോണിൻ്റെ നല്ലൊരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ അത് പറയില്ല. കാരണം അത് ഞാൻ വളർന്നതുകൊണ്ടല്ല, BJP എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് അതൊരു പരിധിവരെ എന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അത് പറയുന്ന അത്ര കാര്യം അവരെല്ലാം എനിക്കത് ബോധ്യപ്പെടുത്താൻ പറ്റും. എന്താണ് BJP എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റി. ഷോൺ ജോർജ് അല്ല വളർന്നത്, BJP എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. BJP വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ അവരിപ്പോൾ എടുക്കേണ്ട ഒരു ഉറച്ച തീരുമാനം, കുറച്ച് കല്ലേറൊക്കെ കൊള്ളും, ഞാനുമൊക്കെ കൊണ്ടതാണ്. പക്ഷേ ഇന്ന് ആ കല്ലെറിയുന്നവരില്ല. ഇന്നൊരു തീരുമാനമെടുത്താൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ തീരുമാനം മാറും. കേരള കോൺഗ്രസ് ഇനിയും 100 കൊല്ലം ഈ നാട്ടിൽ കാണും. ഇല്ലെങ്കിൽ വരുന്ന 3 മാസം കൊണ്ട് ശവടക്ക് നടക്കേണ്ട പ്രസ്ഥാനമായി മാറും. ഒരു സംശയം വേണ്ട. അത് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും കേരള കോൺഗ്രസിൻ്റെ വികാരം ഉള്ളതുകൊണ്ടും ആ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി നടന്നൊരു വ്യക്തി എന്ന നിലയിലും സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ BJPയുടെ ഭാഗമായില്ലെങ്കിൽ ഇല്ലാതായിപ്പോകും. അങ്ങയുടെ പാർട്ടിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒരു നഗരസഭ, പ്രധാനമായും ഒരു നഗരസഭയിൽ BJPയുടെ മേയർ ഉണ്ടായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേരളം പിടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സീറ്റുകൾ വരെ BJP നേടാനുള്ള സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് അങ്ങേക്ക് ചുമതല നൽകിയിട്ടുള്ളത് കോട്ടയത്തെ പാലയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു പക്ഷേ MLA മാർ BJPയുടെ ഭാഗമായി എത്തുമോ? 100%. 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും MLA BJPക്ക് ഉണ്ടാവും, ഒരു സംശയം വേണം. ഞാനത് ഏതാണെന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ഏതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കുന്നവർ മോശമാവും, അതല്ല പറയുന്നത്. പക്ഷേ കോട്ടയം ജില്ലയിൽ നിന്നും BJPക്ക് 2026 തെരഞ്ഞെടുപ്പിൽ MLA ഉണ്ടായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞ ചില മണ്ഡലങ്ങളൊക്കെ തന്നെയുമുണ്ട്. ആ മണ്ഡലങ്ങളിൽ സ്വാഭാവികമായും വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു വലിയ വോട്ട് ഷെയറും വലിയ മാർജിനുമൊക്കെ ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ മറ്റൊന്നാണ്, വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്. ഞാൻ പറയട്ടെ, ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒരു വോട്ടുണ്ട് കേരളത്തിൽ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ക്യാൻഡിഡേറ്റിനെ ബേസ് ചെയ്ത് വരുമ്പോൾ അത്രയും പറഞ്ഞില്ല. പക്ഷേ ഈ പ്രാവശ്യം NDA മുന്നണി എന്ന നിലയിൽ ശക്തമായപ്പോൾ കൂടുതൽ വിശ്വാസ്യത മുന്നണിക്കുണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ നേട്ടങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങളും പ്രാദേശികമായിട്ടുള്ള കെട്ടുപാടുകളൊക്കെയാണ് ഇത് നിർണ്ണയിക്കുന്നത്. എന്നാൽ പോലും ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഈ ക്രോസ് വോട്ടിങ് കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തു പറയാവുന്നൊരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ക്രോസ് വോട്ടിങ് നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എനിക്ക് ചുമതല ഉണ്ടായിരുന്ന പൂഞ്ഞാറിലും പാലായിലും എടുത്ത് നോക്കും, എവിടെയൊക്കെ BJP ജയിക്കുമെന്ന് കരുതി അവിടെയെല്ലാം ഒന്നെങ്കിൽ കോൺഗ്രസ് തന്നെ LDF ഉണ്ടായിരുന്നു. തൊട്ട് പുറകിൽ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിച്ചു, CPMന് 50 താഴോട്ട്, CPM ജയിച്ചു, അവിടെ കോൺഗ്രസ്സിന് 50 താഴോട്ട്. ഒരു 80% പഞ്ചായത്ത് വാർഡുകളും സംഭവിച്ചതാണ്. കേരളത്തിൽ BJPക്ക് ഒരു വലിയൊരു പ്രതിരോധവും വലിയ രീതിയിലുള്ള ഇന്ത്യ സഖ്യം ഒരുമയും ഉണ്ടായിരുന്നു. BJPയിലേക്ക് CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ എത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ BJPയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ചില ചരടുവലികളും ചില അണിയറ നീക്കങ്ങളുമൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. കേരള കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും CPIയിൽ നിന്നും ഒക്കെ നിരവധി ആളുകൾ ആയിട്ട് ഞങ്ങൾ സമ്പർക്കത്തിലാണ്. കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ശരി ഏതാണ്, ഇനി മുമ്പോട്ടുള്ള രാഷ്ട്രീയം എന്താണെന്ന് ബോധ്യപ്പെട്ട ഒരു സമൂഹം ഇവിടെയുണ്ട്.
അതിന് പല ചർച്ചകൾ നടക്കും. ചർച്ചയുടെ വിശദാംശങ്ങളെല്ലാം നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ഈ ഇപ്പം അവിടെ പറയുന്നു ഇനി വി ഡി സതീശൻ പറഞ്ഞ പോലെ അവിടെ വിസ്മയങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഇനിയും വിസ്മയങ്ങളുണ്ടാവും. അദ്ദേഹത്തിന്റെ വിസ്മയങ്ങൾ 1-2 ദിവസം കൊണ്ട് അടഞ്ഞുപോയോ, അടഞ്ഞ അധ്യായമായി മാറിയോ? അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും താഴോട്ടായിരിക്കും. കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ആ ഗ്രാഫ് BJP ഉയർത്തും. ഇവിടെ ഒരു ഭീകരവാദ മുന്നണിയായി, ഒരു ജമാഅത്ത് മുന്നണിയായി UDF മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഒരു സിറിയയായി മാറരുത് എന്ന ആഗ്രഹമുള്ള ജനസമൂഹം ഇപ്രാവശ്യം BJPയോടൊപ്പം NDAയോടൊപ്പം നിൽക്കും. കാരണം ഈ പോക്ക് ഞാനൊരു നിസ്സാരം പറയും. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു സംഘടനയാണ് ആവശ്യപ്പെട്ടത്. സംഘടന പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ആ മൂവാറ്റുപുഴ ജില്ലയിൽ ഉൾപ്പെടുത്തേണ്ട 4 നിയോജകങ്ങൾ എടുത്തു നോക്കിയപ്പം ഒരു ന്യൂനപക്ഷത്തിന് 20% കൂടുതൽ ഭൂരിപക്ഷമായി. അതാണ് പ്രശ്നം. അപ്പോഴേ ജില്ല വേണമെന്ന് ആവശ്യപ്പെടുക. മനസ്സിലായില്ലേ? ഈ മലബാർ മേഖലയിലോട്ട് എന്താ സംഭവിക്കുന്നത്? മലബാർ സ്റ്റേറ്റ് ആക്കണം എന്നുള്ള ആവശ്യങ്ങൾ വരുന്നു. ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് രാജ്യമായി പ്രഖ്യാപിക്കാത്തത്. അല്ല, അതും കൂടെ ചെയ്തേനെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രം നൽകാനുള്ള വിഹിതമൊന്നും തന്നെ സംസ്ഥാനത്തിന് കൃത്യമായി നൽകുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു, ഉപരോധം ഏർപ്പെടുത്തുന്നു. എന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കാര്യത്തിൽ? UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ചിരുന്ന പദ്ധതി വിഹിതം 35,000 കോടിയായിരുന്നു. ഇന്ന് വരെ മോദി സർക്കാർ വന്നതിന് ശേഷം 3,21,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്പാരിസൺ കണക്ക് നിങ്ങൾ പരിശോധിച്ചോളൂ. അവർക്ക് എന്തെങ്കിലും പറയാൻ പോട്ടെ, കേന്ദ്രത്തിൻ്റെ കാര്യം വിട്ടു, എടുത്തു വെച്ചേക്കുന്ന കടം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 1,40,000 കോടി, 1,76,000 കോടി രൂപ കടം. അതിന് മുമ്പത്തെ VS സർക്കാർ ഇറങ്ങുമ്പോൾ 45,000 കോടി രൂപ കടമുണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ 15 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1,76,000 അതിപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 6 ലക്ഷം കോടി പോട്ടെ, ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് എടുക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഇവരെടുത്തിട്ടുള്ളതെന്ന് വെച്ചു. ഈ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിന് തനത് വരുമാനം ഉണ്ടാകുന്ന, കേരളത്തിൻ്റെ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കാണിച്ചു. കേരളത്തിൽ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന IT രംഗത്തല്ല, പ്രൈവറ്റ് കമ്പനികളാണ്. അതല്ലാതെ ഇത്രയേറെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നിട്ട് ഈ സ്റ്റേറ്റിന് തനത് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ഇവിടുത്തെ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കാണിച്ചിട്ടാവും പറ്റില്ല. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, കാത്തിരുന്നത്. പക്ഷെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ചില രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം മതി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ ഉയർത്തും. അതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ വന്നിട്ട് ഞാൻ ഡ്രെയിനേജിന് ഇത്ര രൂപ, റോഡിന് ഇത്ര രൂപ, പാലത്തിന് ഇത്ര രൂപ, ഇതെല്ലാം 15 ദിവസം കൊണ്ട് പ്ലാൻ. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ, അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ PMO എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് ഒരു സിസ്റ്റം ഉണ്ട്. PMOയുടെ വാക്ക് എന്ന് പറയുന്ന ഓർഡറിന് തുല്യമാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യത്തിന് അതിൻ്റെ പണം ഉണ്ടാകണം, അതിന് കൃത്യമായ പ്രൊജക്റ്റ് അവിടെ എത്തണം, ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി അവിടെ നോക്കണം, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റും ഫയൽ ചെയ്യണം, അവർ അതിൻ്റെ DPR തയ്യാറാക്കണം, ആ DPR കൃത്യമായി കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിന് അനുമതി കൊടുക്കാമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ PMൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വികസന പദ്ധതി അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പ്രൊസീജിയറുണ്ട്. അല്ലാതെ ഓടിച്ചെന്നിട്ട് PM അത് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കിനെല്ലാം ഉണ്ടല്ലോ. ഇന്ത്യയിലെ മികച്ച നഗരങ്ങളിലൊന്നായി അടുത്ത 5 വർഷക്കാലം കൊണ്ട് തിരുവനന്തപുരത്തെ മാറ്റും. അത് ഞങ്ങൾ മാറ്റുക തന്നെ ചെയ്യും. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, അതോടൊപ്പം മേയർ, അങ്ങനെ ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവിടെ മേയർ VV രാജേഷിനെ കാണാത്തതാണ് ഇത്തരത്തിൽ സമൂഹം. പ്രധാനമന്ത്രി വന്ന എന്തിനാണ്? റെയിൽവേയുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം, പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം, തൊട്ട് ചേർന്ന സദസ്സിൽ പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയാഘോഷം. അതാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയാഘോഷത്തിൽ ഏറ്റവും മസ്റ്റ് ആരാണ്? മേയർ തന്നെയാണ്. മേയറാണ് തീർച്ചയായും. ആ മേയർ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തിയില്ലുള്ള അവസ്ഥ എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും സാധാരണ റിസീവ് അല്ല PMൻ്റെ കേന്ദ്രമന്ത്രിമാർക്ക് ആ കോൺവോയ് കയറാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി ഇപ്പം മന്ത്രി ജോർജ് കുര്യൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിന് കോൺവോയ്ഡ് പോകാൻ പറ്റില്ല, പുറകെ പോകാം. പക്ഷെ ആ പുറകെ പോകുമ്പോൾ വഴിക്കുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ബ്ലോക്കുകൾ പെട്ടാൽ
ഈ മീറ്റിങ്ങിൽ അദ്ദേഹം എത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആ മീറ്റിങ്ങിൽ മനഃപൂർവ്വം ഈ രാജേഷിനെ ഒഴിവാക്കി. ബെറ്റർ അവിടെ റിസീവ് ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹം ഈ 2 മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ആലോചിച്ച് തന്നെയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. PMO ആയിട്ടുള്ള ഡിസ്കഷനിൽ തന്നെ തീരുമാനമെടുത്തതാണ്. ആദ്യഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വേണ്ട വിധത്തിൽ BJP കൈകാര്യം ചെയ്തില്ല എന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ്. യുവതീ പ്രവേശനം നടന്ന സമയത്ത് BJPയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJPക്ക് വേണ്ട വിധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വെയിറ്റ് ആൻഡ് സീ. എനിക്കതേ പറയാനുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കും, ഇത് മോഡിയുടെ ഗ്യാരണ്ടി. അതിനേക്കാൾ വലിയ വാക്കൊന്നും പാവ ഷോൺ ജോർജിന് പറയാനില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ED എൻക്വയറി നടക്കല്ലേ? ED ഈസ് ഓൺ ദ ട്രാക്ക്. ED അവരുടെ എൻക്വയറി നടക്കുന്നു. ED അതിൻ്റെ വഴിക്ക് പോട്ടെ, നന്നായിട്ട് നമുക്ക് നോക്കാം. CBI എൻക്വയറി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് റെഫർ ചെയ്യേണ്ടത്. ഗവൺമെൻറ് റെഫർ ചെയ്യാത്ത സാഹചര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ കോടതി അപ്രോച്ച് ചെയ്യും. കോടതി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ അല്ലല്ല, കോടതി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. CBI എൻക്വയറിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ കോടതി പറയുന്നത് SITയുടെ അന്വേഷണം കോടതിയുടെ അന്വേഷണത്തിൽ നിന്നുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഇപ്പോൾ CBI എൻക്വയറി ആവശ്യപ്പെടുന്നത് ശരിയല്ലല്ലോ. അത് കോടതിയോടുള്ളൊരു വിശ്വാസ്യതയെ ബാധിക്കില്ലേ? അതുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുന്നു. രാഹുലിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം 40 വട്ടം പറയുമ്പോൾ പോലും രാഹുൽ ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുകയാണ്. വലിയ പരാതിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുപോകുന്നു. എന്താണ് അതിലുള്ളൊരു അഭിപ്രായം? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഈ കേരളത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പിനെയും സാരിത്തുമ്പിൽ കുരുക്കിയിടാൻ BJP ആഗ്രഹിക്കുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടായി, അയാൾക്കെതിരെ നിയമം പോട്ടെ. അതിനപ്പുറത്തോട്ട് ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു ക്രിമിനൽ കേസും പോലെ തന്നെ ഒരു കേസ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഇതിന്മേലുള്ള തീരുമാനങ്ങളെ BJP വിമർശിക്കും. കാരണം ഇയാൾക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് ഇന്നൊന്നുമല്ല സകല മാധ്യമ പ്രവർത്തകർക്കറിയാം, സകലമാനം കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. കോൺഗ്രസിനകത്ത് തന്നെ നിലവ് നേതാക്കളുടെ മക്കളെ ആയിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പിന്നെ വളരെ നിർണായകമായ ഒരു ബൈ ഇലക്ഷനിൽ സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കോൺഗ്രസ്സിന് ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ നിലപാട് സീറ്റ്, ജയം, ഭരണം, ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാജ്യസ്നേഹമോ എത്തിക്സോ ഇതൊന്നും കോൺഗ്രസിന് പ്രശ്നമല്ല. അവർക്ക് ഭരിക്കാൻ പറ്റുക എന്നത് മാത്രമേ ഉള്ളൂ. അത് ഈ രാഹുൽ വിഷയത്തിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ചർച്ചയാകാൻ പോകുന്നത് രാഷ്ട്രീയ വിഷയങ്ങളാണ്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയമോ. പക്ഷേ അപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ ചർച്ചയാകുമല്ലോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP എടുത്ത നിലപാട്, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ് റിമാൻഡും ഒക്കെ വന്ന സമയത്ത് BJP ഒരു മൃദു സമീപനം സ്വീകരിച്ചോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഒരിക്കലില്ല. ഞാൻ എല്ലാ ഫോമിലും ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ വളരെ ശക്തമായത് ഇന്ന് സമരം നടന്നിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ വലിയ സമരമാണ് യുവമോർച്ച നടത്തിയിട്ടുള്ളത്. പക്ഷേ പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ ഇതിനെ എങ്ങോട്ട് തിരിച്ചുവിടാനാണ് എന്നുള്ളത് BJP സസൂക്ഷ്മം വീക്ഷിച്ച് മാത്രമേ ഒരു വിഷയത്തിൽ നിലപാടെടുക്കൂ. കാരണം പിണറായി വിജയൻ ഇതിനകത്ത് ചില കള്ളത്തരങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. പോലീസിന് അദ്ദേഹം ദുരുപയോഗം ചെയ്യും. അപ്പോൾ അതിന് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ വളരെ കരുതലോടുകൂടിയേ BJP തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. പക്ഷേ LDF UDF കുറുവാ സംഘം എന്ന BJPയുടെ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഒരടി പുറകോട്ട് പോകില്ല. കാരണം ഇത് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മുട്ടിച്ചതാണ്. NSS SNDP ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ളതാണ് സമുദായ നേതാക്കളടക്കം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. സമുദായങ്ങളുടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രധാനം തന്നെയാണ്. BJP അതിനെ എങ്ങനെയാണ് കാണുന്നത്? BJP അതിനെ ആ തരത്തിൽ കാണാൻ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാനല്ല ശ്രമിക്കുന്നത്. അവർ രണ്ടുപേരും ഉയർത്തിയ വിഷയങ്ങൾ, NSSൻ്റെ ജനറൽ സെക്രട്ടറിയും SNDPയുടെ ജനറൽ സെക്രട്ടറിയും സമുദായ നേതാക്കളാണ്. അവരുടെ സമുദായങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ബാധ്യസ്ഥരാണ്. അവർക്കത് ലഭിക്കുന്നില്ല, അത് മറ്റുള്ളവർ കവരുന്നു എന്ന് അവർ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ വർഗീയവാദിയായി ചാപ്പ കുത്തുന്ന, അവരെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പ്രശ്നം. VD സതീശൻ എന്താ പറഞ്ഞേ? ഇവിടെ ഈ വർഗീയതയ്ക്കെതിരെ മരിച്ചു വിടാൻ എനിക്ക് മടിയില്ലെന്ന്.
അപ്പോൾ ആ തൃശ്ശൂരിന് അപ്പുറത്തോട്ടുള്ള വർഗീയതയ്ക്ക് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലേ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കാൻ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. SDP കുറിച്ച് ഒരു അക്ഷരം, പാലക്കാട് ഇലക്ഷൻ ഉൾപ്പെടെ SDP ആണ് ആദ്യം പ്രകടനം നടത്തിയത്. അതിനെക്കുറിച്ച് ആ വർഗീയതയോട് പൊരുത്തപ്പെടാൻ BD സതീശന് യാതൊരു കുഴപ്പമില്ല. മതമാണ് പ്രശ്നമെന്ന് പറയുന്ന KM ഷാജി വർഗീയവാദിയല്ല, സമുദായ നേതാവല്ല. ഷാജി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. ജനാധിപത്യ മതേതര പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന മതേതര ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ പറയുന്നു മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഉള്ള സമുദായ നേതാക്കൾ അത് പറയുമ്പോൾ വർഗീയത, രാഷ്ട്രീയ നേതാവായ ഷാജി പറയുമ്പോൾ മതേതരത്വം. ഇതാണല്ലോ VD സതീശൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട്. മന്ത്രി സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന അത് വലിയ വിവാദമാവുകയും പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന മന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ആവർത്തിച്ച് അപക്വമായിട്ടുള്ള രീതിയിൽ വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിനെ CPM വിലക്കേണ്ട. ആരാ പറഞ്ഞ അബദ്ധമാണെന്ന്? അത് പർപ്പസ്ഫുള്ളി 2 ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? അപ്പോൾ അവരുദ്ദേശിച്ചത് എന്തോ അത് നടന്നിട്ടുണ്ട്. അത് ചർച്ചയാക്കുക, എന്നിട്ട് പിൻവലിക്കുക, ക്ഷമ പറയുക, പ്രശ്നം തീർന്നു, ചർച്ചയായല്ലോ. അപ്പോൾ SNDPയും NSSും പറഞ്ഞതിനെ CPM ഓൺ ചെയ്യുന്നു എന്ന് സ്ഥാപിക്കുക, എൻഡോസ് ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് പിൻവലിക്കുന്നു. അപ്പോൾ ആ സമുദായ ധ്രുവീകരണം അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ അതിവിടെ അതൊന്നും നടക്കില്ല, അത് അവരുടെ തോന്നലാണ്. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് CPM BJP ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്നുള്ളത്. അങ്ങ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ തന്നെയും നിയമപോരാട്ടം നടത്തിയൊരു വ്യക്തിയാണ്. ഏതുവരെ എത്തിയപ്പോൾ ആ കേസിൻ്റെ സാഹചര്യം, ഈ ഒരു നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? എന്നെ ഏൽപ്പിച്ച ചുമതല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്ത് കോടതിയിൽ അതിൻ്റെ കുറ്റപത്രം, വീണ വിജയൻ ആ പണം കൈപ്പറ്റിയ കേസിൽ SFIO അവരെ 3ാം പ്രതിയാക്കി എറണാകുളം കോടതിയിൽ 7ാം നമ്പർ കോടതിയിൽ, SFIO കോടതി അതാണ്, കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിന്മേലുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്കെതിരെ അവർ ഡൽഹി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കേരള ഹൈക്കോടതി സ്റ്റേ ഉണ്ട്, അതുകൊണ്ട് അത് നിൽക്കുന്ന അവിടെ. ആ സ്റ്റേ ഊരിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. മിക്കവാറും അടുത്ത മാസം അതിനകത്തൊരു എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിരന്തരമായിട്ടുള്ള എൻ്റെ പോരാട്ടത്തിൽ ഞാൻ വളരെ മുമ്പോട്ട് തന്നെ പോകുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയിൽ ലയിച്ചപ്പോൾ ഞാൻ നഡ്ഡാജിയുടെ അടുത്ത് ഒറ്റ കാര്യം ചോദിച്ചു. ഞാനൊരു കേസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയാണ്, അത് ഇങ്ങനെയാണ് അതിൻ്റെ അഴിമതി കേസ്. അപ്പോൾ പുള്ളിക്ക് അത് എന്നാന്ന് മനസ്സിലായില്ല. ഞാൻ അതിൻ്റെ വിശദമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അന്നാണ് അദ്ദേഹമാണ് നാഷണൽ പ്രസിഡന്റ്. എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പെർമിഷൻ എനിക്ക് ഉണ്ടാകണം. നിങ്ങളെ ഈ കേസുമായി മുമ്പോട്ട് പോകാൻ ഈ പാർട്ടിയിൽ ആരും തടയില്ല, നിങ്ങൾക്ക് ഏതറ്റം വരെ പോകാം, എന്ത് സഹായമാണോ ചോദിക്കാം എന്നാണ് പറഞ്ഞത്. ഞാനൊരു സഹായം പാർട്ടിയോട് ചോദിച്ചിട്ടില്ല. അത് കാരണം അങ്ങനെ അത് പൊളിറ്റിക്കലായി പോയി. ഞാൻ അങ്ങനെ പൊളിറ്റിക്കലായിട്ടല്ല കേസ് കൊടുത്തത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ചുമതല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അവർ പ്രതിയായി കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. മുഖാമുഖത്തിൻ്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് സംസാരിച്ചത് അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ്. എല്ലാവിധ ഭാവുകങ്ങളും. സ്ഥാനാർത്ഥിയാകും എന്നാണ് കരുതുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.